നീ ഇത്രയും നല്ല ലക്കിയാ ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത്, ഇവിടെ എന്നെ അതുപോലും സമ്മതിച്ചിട്ടില്ല. 30 years ഓഫ് കണ്ടീഷനിങ് ആണ് നമ്മൾ ഈ സംസാരിക്കുന്നത്, എസ്പെഷ്യലി വിത്ത് വിമൻ. നമ്മുടെ റോൾസ്, വെൻ വി ഷ്രിങ്ക് ടു അവർ റോൾസ്, ലൈക്ക് ആദ്യം ഒരു മകള്, യു ഹാവ് ടു ബി എ ഗുഡ് ഡോട്ടർ, പിന്നെ യു ഹാവ് ടു ബി എ ഗുഡ് വൈഫ്, യു ഹാവ് ടു ബി എ ഗുഡ് മദർ, then you have to be probably a good mother-in-law. റോൾസ് നമ്മൾ വിമന് കുറച്ചും കൂടെ കൂടുതൽ എന്താ പറയുക എൻഫോഴ്സ്ഡ് ഓൺ വിമൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 30 കൊല്ലം നമ്മൾ ഈ റോൾസിൽ കിടന്ന് എൻറ്റാങ്കിൾഡ് ആയിട്ട് പെട്ടുപോകും. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്, അതിനൊരു കാലാവധി കഴിയുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് ഹോണ്ടിങ് യു. ഹൂ ആം ഐ ബിയോണ്ട് ദീസ് റോൾസ്? ഈ റോളൊന്നുമില്ലെങ്കിൽ ഞാൻ ആരാണ്? അവിടെയാണ് നമ്മുടെ ഈ ഒരു ശ്വാസം മുട്ടലും, ഈശ്വര ആരോടെങ്കിലും എനിക്കിത് പറയണം, ആൻഡ് ദ ഗിൽറ്റ് ഓഫ് തിങ്കിങ് ദാറ്റ് വേ. അയ്യോ, ഞാൻ ഒരു അമ്മയായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ചിന്തിക്കുന്നത് മോശമാണോ? അവിടെയും ഒരു കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ഗിൽറ്റ് വരുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്കത് വേണേനും. ഇത് എല്ലാവരോടും പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ പോയി പറഞ്ഞാൽ പറയും, അങ്ങനെ തന്നെയാണ്, ഇപ്പം ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ദേ സേ, റൈറ്റ്? ഞങ്ങളെങ്ങനെയായിരുന്നു, നീ ഇത്രയും നല്ല ലക്കിയാ ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത്, ഇവിടെ എന്നെ അതുപോലും സമ്മതിച്ചിട്ടില്ല. സോ നമുക്ക് ആ ഒരു ഗിൽറ്റ് വന്നു. അയ്യോ, ആം ഐ ആസ്കിങ് ഫോർ ടു മച്ച്? ഈവൻ മൈ മദർ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്. ദാറ്റ്സ് കോൾഡ് ഇന്റർജനറേഷണൽ ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ട്രോമയുണ്ട്. അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യണ്ടേ? എല്ലാവരും ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനും ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്നതിൽ നിന്നാണ് നമ്മൾ ആ ഒരു ബ്രേക്ക് ചെയ്ത് ആരോടെങ്കിലും പറയാനുള്ളൊരു സ്റ്റെപ്പ്. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് വിമന് കൂടുതൽ ആ ഒരു പ്രശ്നം വരുന്നത്, കണ്ടീഷനിങ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു സ്പേസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വേർ വിമൻ ആർ ലിസണിങ് ടു വിമൻ, ആ സിസ്റ്റർഹുഡ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് ഈസ് എ ബിഗ് ഡീൽ.